ശരിക്കും ഈ മുട്ടിൻ്റെ തേയ്മാനത്തിന് എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത്? അതേപോലെ തന്നെ സർജറി ചെയ്ത എത്ര ആളുകൾ ഒരു നോർമൽ ലൈഫിലേക്ക് എത്തി? മുട്ട് തേയ്മാനത്തിന് സർജറി നമ്മൾ അപ്പോൾ അവസാനത്തെ സ്റ്റേജാണ്. 4ാമത്തെ സ്റ്റേജ് കഴിയുമ്പോഴാണ് നമ്മൾ മുട്ട് തേയ്മാനത്തിന് സർജറി ചെയ്യേണ്ടത്. അവരവരുടെ എല്ലാ റീഹാബിലിറ്റേഷനും എല്ലാം ട്രൈ ചെയ്തു, അതിലൊന്നും റിസൾട്ട് ഉണ്ടായില്ല, അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ നല്ല വേദന. അപ്പോൾ നമ്മൾ സർജറിയിലോട്ട് പോകേണ്ടത്. സർജറി ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ട്, അവർ നോർമൽ ലൈഫിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ സർജറി റേറ്റൊക്കെ സക്സസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ റേറ്റാണ് ഭയങ്കര സക്സസ് റേറ്റ് കുറവ്. അതുകൊണ്ടാണ് പലപ്പോഴും പേഷ്യൻസിന് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവരോട് എത്താൻ പറ്റാത്തത്. അപ്പോൾ അത് ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ കറക്റ്റായിട്ട് ആദ്യം പോകുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളവിടെ സർജറിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അത്ര തന്നെ റീഹാബിലിറ്റേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 4th സ്റ്റേജ് കഴിഞ്ഞ് എല്ലാ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർജറിൻ്റെ ആവശ്യമുള്ളൂ. 2ാമത്തെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റീഹാബിലിറ്റേഷൻ ചെയ്യാതെ അവർ ഒരിക്കലും നോർമൽ ലൈഫിലേക്ക് എത്തില്ല. അത് സത്യം.